എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വിറ്റാമിൻ ക്ലാസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ അല്ലേ, നമുക്ക് ബയോളജിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിറ്റമിൻ, അതായത് ജീവകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക്, കാരണം അത് ലെങ്ത് ആയാലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഇതും കൂടിയിട്ട് അതിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാം. പറയുന്ന സമയത്ത് ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഇടയ്ക്ക് അതൊന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കുക മതി കേട്ടോ. നല്ല മാർക്ക് കിട്ടും. ഈ ഭാഗത്ത് നിന്ന് എത്രത്തോളം നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഈ ക്ലാസ്സുകൾ. ഞാനൊരു സ്നേഹം നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു യൂട്യൂബർ എന്ന നിലയ്ക്കോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു കൂട്ടുകെട്ടിന്റെ ഇടയിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ, പക്ഷെ എന്നാലും ഒരു ആത്മബന്ധം ഉണ്ടാവും അല്ലേ സുഹൃത്തുക്കൾ, നമ്മൾ പഠിപ്പിക്കുന്നവരും നമ്മൾ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികളും തമ്മിൽ. ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മളും പഠിക്കുന്നവരാണ് അല്ലേ, നമ്മളിപ്പോൾ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമല്ല. അപ്പം നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു, അതിപ്പോൾ എൻ്റെ ചാനലായിക്കോട്ടെ ഏത് ചാനലായിക്കോട്ടെ, ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 3-4 ക്ലാസ്സുകൾ നന്നായിട്ട് രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അത് വൈകുന്നേരം വീണ്ടും ഒന്നും കൂടി റിവിഷൻ ചെയ്ത് ആഴ്ചയിൽ റിവിഷൻ ചെയ്തു. അല്ലാതെ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഇങ്ങനെ തുരുതുരാന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും 10-30 ക്ലാസ്സുകളൊക്കെ വരും. ഞാൻ ഇത് കാണട്ടെ അടുത്ത് കാണട്ടെ പറഞ്ഞ് വൈകുന്നേരം വരെ ഇങ്ങനെ എല്ലാ വീഡിയോയും ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ കൈ മുഴുവൻ എന്തായിരിക്കും? ബ്ലാങ്ക് ആയിരിക്കും. ഒന്നും ഓർമ്മയുണ്ടാകില്ല. കേൾക്കണ്ടോ? അന്ന് ആ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇന്നതൊക്കെ ഞാൻ പഠിച്ചു എന്ന് അത് നമ്മളെ സ്വയം ബോധിപ്പിക്കാനേ പറ്റുള്ളൂ. എൻ്റെ ചാനലില്ല, ഏത് ചാനലാണെങ്കിലും അവനവൻ്റെ ലക്ഷ്യം ജോലിയാണ് എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് എന്നും മനസ്സിലുണ്ടാകണം. യൂട്യൂബുകളിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ വരും, അതിൻ്റെ പിന്നാലെ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക, അത് നമ്മുടേതാക്കി മാറ്റാൻ അറിയണം. അല്ലാതെ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വിറ്റാമിൻ ക്ലാസ് ഇട്ടു, അത് കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി ആകുമ്പോൾ അത് അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് വിറ്റാമിൻ ക്ലാസ് ഒക്കെ പിന്നെ പഠിക്കാമെന്ന്, അത് അടുത്തേക്ക് ഞാൻ പോട്ടെ, ഭരണ സംവിധാനത്തിൽ ഒരു ക്ലാസ് ഇട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. അതും അതേപോലെ അങ്ങനെയല്ല. ഒരു ദിവസം ഇപ്പൊ ഇന്ന് ഞാൻ വിറ്റാമിൻ ക്ലാസ്, ഇന്നലെ ഇപ്പൊ വിറ്റാമിൻ 1 ക്ലാസ് ഇട്ടുവന്നു, ഇന്നിപ്പോ വിറ്റാമിൻ ക്ലാസ് ഇട്ടുവന്നു. വിറ്റാമിൻ അവിടെ പഠിച്ചു വെക്കണം. ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ആ കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാക്കണം. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഏത് ചാനലാണ്, എൻ്റെ ചാനലല്ല ഏത് ചാനലാണെങ്കിലും ആ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് അത് നമ്മുടേതാക്കി മാറ്റാൻ അറിയില്ല എങ്കിൽ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കലെന്നേ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ ഏജ് ഓവറായിട്ട് ലാസ്റ്റ് PSC കഴിഞ്ഞ് നഷ്ടപ്പെടുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലളിതാവും. അപ്പൊ എനിക്കത് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, നമ്മളൊരു ചാനൽ നടത്തുന്നവരാണ്, വീഡിയോ കാണാൻ എല്ലാവർക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാനൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് അത് മാർക്കാക്കാനും നമ്മുടേതാക്കി മാറ്റാനും നിങ്ങൾക്ക് കഴിവ് വേണം. അവിടെ ആയിരിക്കണം യൂട്യൂബ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും അതിന്റെ പിന്നാലെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആ പോക്ക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നോക്കാം നമുക്ക്. ഇന്ന് നമ്മൾ ബി കോംപ്ലക്സും അതുപോലെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ, നമ്മൾ ഇന്നലെ ഏതൊക്കെ പറഞ്ഞു? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ബി ഉണ്ട്, സി ഉണ്ട്, പി ഉണ്ട്, കാർബിറ്റിൻ ഉണ്ട്, ടോറിൻ ഉണ്ട്. ഈ 5 ജീവകം സാധാരണ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഈ ബിയും സിയുമാണ് അല്ലെ, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ട് ബിയും സിയും പഠിക്കും. പിന്നെ അതിന്റെ കൂടെ ഇത് പഠിച്ചു വെക്കുക, പിയും കാർബിറ്റിനും ടോറിനും കേട്ടോ. ഇനി ഈ ഇതൊക്കെ എന്താണ്? ഈ വൈറ്റമിൻ ബി അല്ലെ, ബിയിൽ തന്നെ ഏതൊക്കെയുണ്ട്? B1 ഉണ്ട് അല്ലെ, B1 ഉണ്ട്, പിന്നെയോ B2 ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരുപാട് ഉണ്ട്. B2 ഉണ്ട്, പിന്നെ B3 ഉണ്ട്, B4 ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല എപ്പോഴും ചോദിക്കുന്നത് ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. B5 ഉണ്ട്, B6, B7, B9, B12 അല്ലേ. ഇങ്ങനെ ഇത്രയും ബി കോംപ്ലക്സിൽ വരുന്നുണ്ട്. സി അല്ലേ, സി എന്താണ്? അസ്കോർബിക് ആസിഡ് അല്ലേ. സി എന്താണ്? അസ്കോർബിക് ആസിഡ്, സി എന്ന ജീവകം വരുന്നുണ്ട്. പി ഏത് വൈറ്റമിൻ ആണ്? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. എന്താണ് പി എന്ന് പറയുന്നത്? ഫ്ലവനോയിഡുകൾ അല്ലേ, ജലത്തിൽ ലയിക്കുന്ന ഫ്ലവനോയിഡ് അല്ലെങ്കിൽ ബയോഫ്ലവനോയിഡ് കേട്ടോ. ബയോഫ്ലവനോയിഡ് എന്നറിയപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ആണ് പി എന്ന വിറ്റമിൻ. പിന്നെയോ കാർബിറ്റിനും ടോറിനും, ഇതൊക്കെ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ആണെന്നുള്ളത്
ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. പി എന്ന വൈറ്റമിൻ ഫ്ലവനോയിഡ് അല്ലെങ്കിൽ ഫ്ലവനോയിഡ് എന്നറിയപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന സസ്യങ്ങളിലെല്ലാം ആവശ്യമായിട്ട് വരുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് പി എന്ന വൈറ്റമിൻ. ഓക്കെ ആയല്ലോ? ഓക്കെ ആണോ? പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? നെക്സ്റ്റ് നമുക്ക് ബി കോംപ്ലക്സ് ജീവകങ്ങളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സി എന്താണെന്നുള്ളത് പഠിക്കാം. ഇപ്പോൾ ബി കോംപ്ലക്സിനെ കുറിച്ച് നോക്കാം. ബി കോംപ്ലക്സിൽ ഏതൊക്കെ ജീവകങ്ങളാണ്, ഏതൊക്കെ വരുന്നുണ്ട്? B1 ഉണ്ട്, B2, B3, B5, B6, B7, B9, B12. B1ന്റെ ശാസ്ത്രീയ നാമം, B1ന്റെ എന്താണ്? തയാമിൻ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ്. B9 ഫോളിക് ആസിഡ് അല്ലേ? B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലുമിൻ. ഇത്രയും പഠിച്ചോ? ഇത്രയും ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ എന്നും PSCക്ക് വരാറുണ്ട്. അത് മനസ്സിലാക്കുക കേട്ടോ. B1 തയാമിൻ, B2 എന്താണ്? റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ്. B3 നിയാസിൻ, B5 പാന്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലുമിൻ. ഇനി നമ്മൾ ഇത് മൊത്തം ഈ ഇപ്പൊ B തുടങ്ങിയിട്ട് B1, 2 ഒക്കെ 3, 5 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? മൊത്തമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ ബി കോംപ്ലക്സ് എല്ലാം വരുന്ന കോംപ്ലക്സ് ഏത് തന്നെയാണ്? ബിയിൽ തന്നെയല്ലേ? അത് 1, 2 ഒക്കെ അതിന്റെ ഉപഘടകങ്ങൾ വരുന്നേ ഉള്ളൂ. ഈ ബി കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? എന്തിനാണ് ഈ ജീവകം സഹായിക്കുന്നത്? ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ. എന്താണ്? ധാന്യകവും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബി കോംപ്ലക്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും ജീവകം ബി കോംപ്ലക്സ് സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ബി? പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ബി കോംപ്ലക്സ് എന്ന ജീവകം കൊണ്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ്? ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏത് വേണം? ബി കോംപ്ലക്സ് എന്ന ജീവകം അത്യാവശ്യമാണ്. ഇനി നമുക്ക് വൈറ്റമിൻ B1 എന്താണ് എന്ന് നോക്കാം. B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമീൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ തയാമീൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്. ഓരോരോ പോയിന്റ് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ B1 ആണ് കേട്ടോ പഠിക്കുന്നത്. ഈ B1നെ കുറിച്ചിട്ട് നോക്കാം. തയാമീൻ എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമം. രണ്ടാമത്തെ പോയിന്റ് B1നെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ഉപ്പ് രസമുള്ള പരിപ്പില്ലേ? ഉപ്പ് രസമുള്ള പരിപ്പിന്റെ സ്വാദാണ് കേട്ടോ. ഉപ്പ് രസമുള്ള പരിപ്പിന്റെ സ്വാദാണ് ഈ തയാമീന് ഉള്ളത്. അതുപോലെ ഈസ്റ്റിന്റെ മണമായിരിക്കും. ഈസ്റ്റില്ലേ? അതിന്റെ മണം. ഉപ്പ് രസമുള്ള പരിപ്പിന്റെ സ്വാദും ഈസ്റ്റിന്റെ ആയിരിക്കും മണം ഈ തയാമീനുള്ളത് അല്ലേ? പിന്നെ അങ്ങനെ ഇതിന്റെ രൂപം എങ്ങനെയായിരിക്കും? പരൽ രൂപത്തിലുള്ള വെളുത്ത പൊടിയാണ് കേട്ടോ. പരൽ രൂപത്തിലുള്ള എങ്ങനത്തെയാണ്? വെളുത്ത പൊടിയാണ്. ഏത്?
ഈ തയാമീൻ എന്ന് പറയുന്നത് ഇത് ഈ ജീവകം ജലത്തിൽ ലയിക്കുന്നു. അത് നമുക്കറിയാം അല്ലെ. അമ്ല മാധ്യമത്തില് എങ്ങനെയാണ്? അമ്ല മാധ്യമത്തിൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കും. 120 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ വരെ എന്ത് ചെയ്യും? ഈ തയാമീൻ പ്രതിരോധിക്കും. പിന്നെയോ ആൽക്കലിയിൽ ഇത് നശിക്കുകയാണ് ചെയ്യുന്നത്. ആൽക്കലിയില് ഈ വൈറ്റമിൻ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. അതാണ് B1നെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. ഉപ്പ് രസമുള്ള പരിപ്പിന്റെ സ്വാദാണ്. ഈസ്റ്റിന്റെ മണമാണ്. പരൽ രൂപത്തിലുള്ള ഒരു വെളുത്ത പൊടിയാണ് തയാമിന്. അമ്ലമാധ്യമത്തിൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കുന്നു. ആൽക്കലിയിൽ ഇത് നശിക്കുന്നു. ഇതൊക്കെ B1ന്റെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ് ഇവയുടെ ധർമ്മങ്ങള്? നമുക്കറിയാം, ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലേ. നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിന് ഏത് വേണം? ഹൃദയത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിന് വൈറ്റമിൻ B1 അത്യാവശ്യമാണ്. നാഡികളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. ദഹനനാളത്തിലെ ചലനങ്ങൾ സുഖകരമാക്കുന്നതിലും B1 തയാമിന്റെ ലഭ്യത പ്രധാനമാണ്. കാർബോഹൈഡ്രേറ്റിന്റെയും മാംസ്യത്തിന്റെയും ഉപാചയത്തിന് സഹായിക്കുന്നതും ആര് തന്നെയാണ്? വൈറ്റമിൻ B1 ആണ്. ഇനി ഈ തയാമീനെ അറിയപ്പെടുന്ന ഒരു പേരാണ് മോറൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ഏത് ഏത് എന്ന് ചോദിച്ചാൽ PSC ചോദിക്കാണ്. നാളെ നിങ്ങൾ LDC നാളെ അല്ല കേട്ടോ, അടുത്ത LDC എക്സാമിന് നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് വിറ്റമിൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. മോറൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? മോറൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ഏതാണ്? B1 ആണ്, തയാമീൻ ആണ്. മോറൽ വൈറ്റമിൻ എന്ന് പറയുന്നത് ധാർമ്മിക ജീവകം ട്ടോ. ധാർമ്മിക ജീവകം അല്ലെങ്കിൽ മോറൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം B1 ആണ്. അമിത മദ്യപാനികൾക്കൊക്കെ ഈ തയാമീൻ നൽകാറുണ്ട് കേട്ടോ. അമിത മദ്യപാനികൾക്ക് B1 നൽകാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ B1നെ കുറിച്ചിട്ട് മനസ്സിലാക്കിയോ? B1നെ കുറിച്ച് മനസ്സിലാക്കിയോ? ഇനി ഈ B1 തയാമീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഇനി എന്തൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ? ഈ തയാമീന്റെ കുറവ് മൂലം ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകും? ഇപ്പൊ നമ്മൾ ഏതിനെ കുറിച്ചാണ് പഠിക്കുന്നത്? B1നെ കുറിച്ചിട്ടാണ്, തയാമീനെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് ബെറിബെറി എന്ന രോഗം അല്ലെ, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത് ഏതിന്റെ കുറവ് കൊണ്ടാണ്? വൈറ്റമിൻ B1 തയാമീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഈ ബെറിബെറിയിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ബെറിബെറിയിൽ തന്നെ 3 ടൈപ്പ് ബെറിബെറി ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ബെറിബെറി ആണ് ഇൻഫന്റൈൽ ബെറിബെറി. ഇൻഫന്റൈൽ ബെറിബെറി. എന്താണ് ഇൻഫന്റൈൽ ബെറിബെറി എന്ന് പറയുന്നത്? ഈ നവജാത ശിശു ഉണ്ടല്ലോ, കുട്ടികൾ ജനിക്കുന്ന സമയം, ആ സമയത്ത് അമ്മയ്ക്ക് തയാമീന്റെ ന്യൂനത ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആദ്യ മാസങ്ങളിൽ തന്നെ കുട്ടിക്ക് വരുന്ന രോഗമാണ് ഇൻഫന്റൈൽ ബെറിബെറി എന്ന് പറയുന്നത്. ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അമ്മയ്ക്ക് തയാമീന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു മാസത്തിനകം തന്നെ, ജനിച്ച ഒരു മാസത്തിനകം തന്നെ ഈ ഇൻഫന്റൈൽ ബെറിബെറി എന്ന അസുഖം ഉണ്ടാകും. ആർക്ക് വന്നാൽ മതി തയാമീന്റെ കുറവ്? അമ്മയ്ക്ക് തയാമീന്റെ കുറവുണ്ടാകുന്ന സമയത്താണ് നവജാത ശിശുക്കളില് എന്ത് വരുന്നത്? ഈ ഇൻഫന്റൈൽ ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ഡ്രൈ ബെറിബെറി. എന്താണ് ഈ ഡ്രൈ ബെറിബെറി എന്ന് പറയുന്നത്? ഈ തയാമീന്റെ കുറവ് മൂലം നമ്മൾ കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, കയ്യ് കാല്, അതിന്റെ അനുബന്ധ നാഡികൾ ഉണ്ടാവും അല്ലെ. ഈ കൈക്കും കാലുമായിട്ട് ബന്ധപ്പെട്ട നാഡികൾ ഉണ്ടാവും അല്ലെ. അവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. കൈയുടെയും കാലുമായിട്ട് ബന്ധപ്പെട്ട നാഡികളെ ബാധിക്കുന്നതാണ് ഡ്രൈ ബെറിബെറി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഇത് തിരിച്ചറിയുക? ഈ നമ്മുടെ കണങ്കാലിൽ ഉണ്ടല്ലോ, കണങ്കാല്, അവിടെയൊക്കെ തരിപ്പ് വരുന്നതും
അതുപോലെ ഈ കാൽവണ്ണി ഉണ്ടല്ലോ, കാലിൽ വണ്ണ കയറുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ കാൽവണ്ണിയിൽ ശക്തി കുറയുന്നതുമാണ് ലക്ഷണങ്ങൾ. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയാമിന്റെ കുറവാണ്, ഇതൊരു ഡ്രൈ ബെറിബെറി അസുഖമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കയ്യിലെയും കാലിലെയും അനുബന്ധ നാഡികളിലാണ് ഈ ഡ്രൈ ബെറിബെറി എന്ന അസുഖം വരിക. ഇത് കാണിക്കുന്ന ലക്ഷണങ്ങള് നമ്മുടെ കാലില്, എവിടെയാണ് കാലില്, മേൽഭാഗത്താണോ അല്ല അല്ലെ, കണങ്കാലില് തരിപ്പ് വരുന്നതും നമ്മുടെ കാലിന്റെ മസിൽസ് ഉണ്ടല്ലോ, കാൽ വണ്ണയില് ശക്തി കുറയുന്നതുമാണ് ഇതിനുള്ള ലക്ഷണങ്ങൾ. ഇനി മൂന്നാമത്തേതാണ് വെറ്റ് ബെറിബെറി. വെറ്റ് ബെറിബെറി അതായത് ഈ ഡ്രൈ ബെറിബെറിയുടെ ലക്ഷണങ്ങളോടൊപ്പം, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ കയ്യിലും കാലിലൊക്കെ എന്താണ് ആ നാഡികൾക്കാണ് തകരാറ് വരിക, കാലിലൊക്കെ എന്താണ് എവിടെയാണ്, കണങ്കാലിൽ അല്ലേ, കണങ്കാലിൽ തരിപ്പ് വരും എന്ന് പറഞ്ഞു, കാൽവണ്ണിയിലെ ശക്തി കുറയുമ്പോൾ. ഇതൊക്കെ അസുഖം എവിടെ ഉണ്ടാകും, ഈ വൈറ്റ് ബെറിബെറിയിൽ ഉണ്ടാകും. അതിന്റെ ഒപ്പം നമ്മുടെ കാലൊക്കെ ഫുള്ളും എന്തായിരിക്കും, നീര് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഈ വേദനകളോടൊപ്പം നീരും ഉണ്ടെങ്കിൽ, നമ്മുടെ കൈയിനോ കാലിനോ ഒക്കെ നീരുണ്ടെങ്കിൽ അത് വെറ്റ് ബെറിബെറിയാണ്, വെറ്റ് ബെറിബെറിയാണ്. ഇത്രയും കാര്യങ്ങൾ B1 കുറിച്ചിട്ട് പറഞ്ഞത് മനസ്സിലായോ? ഇൻഫന്റൈൽ ബെറിബെറി, ഡ്രൈ ബെറിബെറി, വൈറ്റ് ബെറിബെറി. ഇൻഫന്റൈൽ ബെറിബെറി നവജാത ശിശുക്കൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് തയാമിന്റെ കുറവ് മൂലം കുട്ടിയുടെ ആദ്യകാല മാസത്തിന് അനുഭവപ്പെടുന്നതാണ് ഇത് ഇൻഫന്റൈൽ ബെറിബെറി. ഡ്രൈ ബെറിബെറി എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിലെയും കൈകളിലെയും അനുബന്ധ നാഡികളെ തകരാറിലാക്കുന്നതാണ് ഏത് വരുന്നത്, ഇൻഫന്റൈൽ ബെറിബെറി എന്ന് പറയുന്നത് അല്ലേ. അത് ഈ നവജാത ശിശുക്കളിലൊക്കെ അതുപോലെ ഡ്രൈ ബെറിബെറി എന്ന് പറയുന്നത് കയ്യിലും കാലിലൊക്കെ തരിപ്പും അതുപോലെ കാലിന്റെ വണ്ണയ്ക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ശരീരത്തൊക്കെ മറ്റേ കണങ്കാലിലൊക്കെ തരിപ്പ് വരുന്നത്, കാൽവണ്ണിയിലൊക്കെ ശക്തി കുറയുന്നതൊക്കെ എന്താണ്, ഈ ഡ്രൈ ബെറിബെറിയാണ്. അതുപോലെ അതിന്റെ കൂടെ നീരും കൂടി ഉണ്ടെങ്കിൽ അത് എന്താ അസുഖമായിട്ട് മാറും, വെറ്റ് ബെറിബെറി ആയിട്ട് മാറും. ഇതാണ് B1 കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ധാർമ്മിക ജീവകം എന്നറിയപ്പെടുന്ന, മോറൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം B1 ആണ്. ഓക്കെ, ബി കോംപ്ലക്സിൽ നമ്മൾ B1 കംപ്ലീറ്റ് ആയി പഠിച്ചു. ഇനി നമുക്ക് B2 പഠിക്കാം. B2ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ശാസ്ത്രനാമം റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ അത് B2 ആണ് കേട്ടോ. തയാമിന് ശേഷമാണ് റൈബോഫ്ലാവിൻ എന്ന വൈറ്റമിന് കണ്ടെത്തിയത് കേട്ടോ. പിന്നെ ഈ B2 വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളിലുണ്ടല്ലോ, അതിൽ നമ്മൾ വല്ല ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാലല്ലേ അത് ആ B2 നഷ്ടപ്പെടും കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളിപ്പോ പാലില് നമ്മൾ പറയാറില്ലേ, പാലിന്റെ മഞ്ഞ എന്താണ്, പാലില് ആ മേലെ ഒരു മഞ്ഞ കളർ വരാറില്ലേ, അതിൽ ധാരാളം B2 എന്ന വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ആ പാലില് ആ ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ആ B2 എന്ന വൈറ്റമിൻ ഫുള്ളും അവിടെ ലോസ് ആയിട്ട് പോകാറുണ്ട്. അപ്പൊ അത് നഷ്ടപ്പെടും കേട്ടോ. പിന്നെ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് ഏത്, പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് പാല് പ്യുവർ വൈറ്റ് ആണോ? ഇല്ല അല്ലെ, ഒരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും അല്ലെ, അത് നൽകുന്നത് എന്താണ്, അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് B2 എന്ന വൈറ്റമിൻ ആണ് എന്ന് മനസ്സിലാക്കണം. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏറ്റാൽ നശിക്കുന്ന പാലിലെ ജീവകമാണ് ഇത് റൈബോഫ്ലാവിൻ. ഈ പാലില് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സൂര്യപ്രകാശം അത് വന്ന് തട്ടി കഴിഞ്ഞാൽ ഈ B2 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൈബോഫ്ലാവിനോടെ നശിച്ചു പോകും കേട്ടോ. അപ്പം രാവിലെ എണീക്കുമ്പോൾ ഈ പാലൊക്കെ നമ്മൾ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള പാലൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ആ B2 എന്ന വൈറ്റമിൻ ഫുള്ളും എന്തായി പോകും, നഷ്ടമായി പോകും കേട്ടോ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്, B2 എന്ന ജീവകമാണ്. എന്തൊക്കെയാണ് ഈ B2ന്റെ ധർമ്മങ്ങള്, കോശ വളർച്ചയ്ക്കും കോശശ്വസനത്തിനും കേട്ടോ. കോശ വളർച്ച, കോശശ്വസനം എന്നിവയ്ക്കൊക്കെ ഏത് വൈറ്റമിൻ ആവശ്യമാണ്, B2 എന്ന വൈറ്റമിൻ ആവശ്യമാണ്. നമ്മുടെ നേത്രനാഡികളെയൊക്കെ ഉത്തേജിപ്പിക്കാനും ചർമ്മം അതുപോലെ മ്യൂക്കസ് തരം തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും ഒക്കെ ഏത് ആവശ്യമാണ്, ജീവകം B2 അത്യാവശ്യമാണ്. ഈ B2 എവിടെ നിന്നൊക്കെ നമുക്ക് ഈ B2 എന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളാണ് കഴിക്കേണ്ടത്, ലിവർ കേട്ടോ. ഏതാണ്, ലിവർ, അതുപോലെ എഗ്ഗ്,
മുട്ട കേട്ടോ, മുട്ട, പാൽപ്പൊടി, പാൽ ഉൽപ്പന്നങ്ങള്, മാംസം, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ എല്ലാറ്റിലും എന്തടങ്ങിയിട്ടുണ്ട്? ഈ B2 എന്ന വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പുണ്ടല്ലോ, പരിപ്പ്, ഇലക്കറികൾ, ഇതൊക്കെ റൈബോഫ്ലാവിന്റെ നല്ല ഉറവിടങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഈ B2 നമ്മുടെ ശരീരത്തിൽ അതായത് കുറച്ചേ ഉള്ളൂ എങ്കിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരിക? B2ന്റെ കീലോസിസ് കേട്ടോ, കീലോസിസ്. എന്താണ് കീലോസിസ് എന്ന് പറയുന്നത്? എന്താണ് കീലോസിസ്? റൈബോഫ്ലാവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജൈവകം B2ന്റെ അപര്യാപ്തത മൂലം, അല്ലെങ്കിൽ റൈബോഫ്ലാവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് കീലോസിസ്. എന്താണ് ഈ കീലോസിസ് എന്ന് പറയുന്നത്? ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് PSC കീലോസിസ് എന്ന് തരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് ഒന്ന് കറങ്ങല്ലേ, എന്താണ് ഈ കീലോസിസ്? എന്താണ് ഈ കീലോസിസ് എന്ന് പറയുന്നത്? നമ്മുടെ വായിലും നാക്കിലും ഒക്കെ ഇല്ലേ, വായ, നാവ്, ഇവിടെയൊക്കെ പുണ്ണ് വരുന്നത്, വായിലും നാവിലൊക്കെ പുണ്ണ് വരുന്നത് എന്തിന്റെ അസുഖമാണ്? B2ന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. വായിലും നാവിലും ഒക്കെ ഉണ്ടാകുന്ന പുണ്ണ്, വേദന, ഇതൊക്കെ എന്താണ്? കീലോസിസ് എന്ന അസുഖം മൂലം ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്? റൈബോഫ്ലാവിൻ എന്ന വൈറ്റമിന്റെ അപര്യാപ്തത മൂലം. അതുപോലെ ഈ നമ്മുടെ വായ ഉണ്ടല്ലോ, വായുടെ കോണുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിലേക്ക് നമ്മൾ എന്താ പറയാ, തുപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ മൂലകളിൽ നിന്ന്, വായുടെ മൂലകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന് പറയുന്ന അസുഖത്തിന്റെ പേരാണ് ആംഗുലാർ സ്റ്റോമാറ്റൈറ്റിസ്. എന്താണ്? ആംഗുലാർ ടോമാറ്റൈറ്റിസ്. ഈ വായുടെ രണ്ട് ഭാഗത്തിന്റെ മൂലകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏത് അസുഖം പറയുന്നത്? ആംഗുലാർ ടോമാറ്റൈറ്റിസ്. B2ന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ്. ഇനി നമുക്ക് അടുത്തത് B3 എന്താണ്? B3 എന്താ പറഞ്ഞ? നമ്മളെ നിയാസിൻ അല്ലേ, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3 എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. വൈറ്റമിൻ P എന്നറിയപ്പെടുന്ന, നമ്മൾ വൈറ്റമിൻ G എന്ത് പറഞ്ഞു? B2 ആണെന്ന് പറഞ്ഞു അല്ലേ. B7 നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ? വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ജീവകമാണ്. എങ്കിൽ PP എന്നറിയപ്പെടുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ അത് B3 ആണ്. PP എന്നറിയപ്പെടുന്ന ജീവകം എന്താണ്? PP എന്ന് പറയുന്നത് പെല്ലഗ്രാ പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B3 എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? ചർമ്മത്തിനും കുടലിനും നാഡീവ്യൂഹങ്ങൾക്കൊക്കെ നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താവശ്യമാണ്? ഈ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് അത്യാവശ്യമാണ്. ഉണങ്ങിയ ഈസ്റ്റിൽ നിന്നും കരള്, നിലക്കടല, അതുപോലെ ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, മാംസ്യം, മത്സ്യം എന്നിവയൊക്കെ എന്താണ്? ഇതിന്റെ നല്ല ഉറവിടങ്ങളാണ് കേട്ടോ. ഇതിലൊക്കെ ധാരാളം നമുക്ക് B2 എന്ന വൈറ്റമിൻ ധാരാളമായിട്ട് ലഭിക്കും. എന്താണ് B3 മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ? B3 മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? പെല്ലഗ്രാ. എന്താണ്? പെല്ലഗ്രാ. B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്രാ എന്ന് പറയുന്നത്. അതുപോലെ 3D രോഗാവസ്ഥ ഉണ്ടാകുന്നതും ഏതു മൂലമാണ്? B3 യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന 3D രോഗാവസ്ഥ എന്ന് പറയുന്നത്. 3D വരെ നമ്മൾ മറ്റേ കാണുന്ന 3D ഇല്ല കേട്ടോ, 2Dയും 3D ഒന്നല്ല. ഈ 3D എന്ന് പറയുന്നത് 3 ഓർമ്മിച്ചാൽ മതി, ഇതിൽ തന്നെ 3 അല്ലേ വരുന്നത്, അങ്ങനെ ആലോചിക്കുക. ഏതൊക്കെയാണ് 3D രോഗാവസ്ഥ എന്ന് പറയുന്നത്? ഒന്ന് ഡെർമറ്റൈറ്റിസ്. എന്താണ്? ഡെർമറ്റൈറ്റിസ്. 2 ഡയേറിയ. ഡയേറിയ പറയുമ്പോൾ വയറിളക്കം. മൂന്നാമത്തേത് എന്താണ്? ഡിമെൻഷ്യ. ഒന്നാമത്തത് ഡെർമൈറ്റിസ്, 2 ഡയേറിയ, 3 ഡിമെൻഷ്യ. ഈ 3 അസുഖങ്ങളും കൂടി ചേർന്നിട്ടാണ്, ഈ 3 അസുഖങ്ങളും വരാനുള്ള കാരണം തന്നെ B3യുടെ അഭാവം മൂലമാണ്. അതുകൊണ്ടാണ് 3D രോഗാവസ്ഥ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെർമൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് B5 കേട്ടോ, B5 നോക്കാം. നെക്സ്റ്റ് ബി കോംപ്ലക്സിൽ വരുന്ന B6 നോക്കാം. B6 എന്താണ്? പിരിഡോക്സിൻ അല്ലേ? B6 പിരിഡോക്സിൻ. എന്താണ് പിരിഡോക്സിന്? നമ്മുടെ മാംസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നതാണ് പിരിഡോക്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. മാംസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ, മാംസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളില് എന്ത് ചെയ്യാണ്? പങ്കെടുക്കുക എന്നതാണ് പിരിഡോക്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങള്. പിന്നെ നമ്മുടെ അന്നജ ഉപാപചയം ഉണ്ട് അല്ലെ? അന്നജ ഉപാപചയത്തിന്റെ ഭാഗമായിട്ട് കരളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള ഗ്ലൈക്കോജന്റെ ഉൽപാദനത്തില് ഇത് സഹായിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ കരള്, അതുപോലെ കരളിൽ നിന്നും, അതുപോലെ തന്നെ പേശികളുണ്ടല്ലോ, ഈ പേശികളിൽ നിന്നുമുള്ള ഗ്ലൈക്കോജന്റെ ഉൽപാദനത്തിന്, ഗ്ലൈക്കോജന്റെ ഉൽപാദനത്തിന് ഏതാണ്? B6 ഉപയോഗിക്കാറുണ്ട്. ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഗോതമ്പൊക്കെ ഇല്ലേ, അതൊക്കെ ധാരാളമായിട്ട് എന്തടങ്ങിയിട്ടുണ്ട്? ഈ B6 ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗോതമ്പൊക്കെ കഴിക്കുക കേട്ടോ. ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. ധാന്യങ്ങളും ഒക്കെ ഈ ജീവകത്തിന്റെ ഉചിതമായിട്ടുള്ള സ്രോതസ്സുകളാണ്. ഇനി എന്തൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ? B6 ജീവകത്തിന്റെ കുറവ് അല്ലെ നമുക്ക് അനീമിയ വരെ ഉണ്ടാക്കും കേട്ടോ. അനീമിയ, വിളർച്ചക്കുറവ്, നമ്മുടെ തൊലിയിലൊക്കെ മുറിവുകൾ ഉണ്ടാകും. അപസ്മാരം പോലുള്ള രോഗങ്ങൾക്കൊക്കെ കാരണം ഏതാണ്? ഈ B6 ആണ് കേട്ടോ. B6 ആണ്. ഉയർന്ന അളവില് B6 കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറവായാലാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വിളർച്ച വരിക, അതുപോലെ അനീമിയ വരിക, തൊലിയിലൊക്കെ എന്താണ് മുറിവ് വരിക, അപസ്മാരം പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നത് കുറച്ച് ഒരളവ് കുറയുന്ന സമയത്താണ്. എന്നാൽ B6 എന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ നല്ലോണം കുറവ് വന്നാലുണ്ടല്ലോ, അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഏത് അസുഖം വരുന്നത്? ഏതാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോഗ്രാഫിക് അനീമിയയ്ക്ക് വഴിതെളിയിക്കും. ഏതാണ്? ശ്രദ്ധിക്കണേ, മൈക്രോസൈറ്റിക് ഹൈപ്പോഗ്രാമിക് അനീമിയ. ഇതിന് കാരണമാകുന്നതാണ് ഇത്രയും വലിയ അസുഖമാണ് അല്ലെ? മൈക്രോസൈറ്റിക് ഹൈപ്പോഗ്രാമിക് അനീമിയ എന്ന അസുഖം. B6 നമ്മുടെ ശരീരത്ത് B6 അളവ് തീരെ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ അസുഖത്തിന് കാരണമാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരം തളർച്ച വരിക, നമുക്ക് പേടി വരിക, നമുക്ക് ഉറക്കമില്ലായ്മ വരിക, നടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ഈ അസുഖമുണ്ട്. മൈക്രോസൈറ്റിക് ഹൈപ്പോഗ്രാമിക് അനീമിയ എന്ന അസുഖം. B6 ഒന്നും ഇല്ലാതെ വരുന്ന സമയത്താണ് നമുക്ക് തളർച്ച വരുന്നത്, നമുക്ക് ഇങ്ങനെ പേടി തോന്നുക, അതുപോലെ നമുക്ക് ഉറക്കമില്ലായ്മ വരിക, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് അടുത്തത് B9 നോക്കാം. അടുത്തത് B9 ഫോളിക് അമ്ലം. എന്താണ്? B9 ഫോളിക് അമ്ലം അല്ലെ? ഫോളിക് ആസിഡ് അല്ലെ? ഫോളിക് ആസിഡ് ആണ്. നമ്മുടെ കടും പച്ച നിറമുള്ള എലിയില്ലേ, നമ്മുടെ ഓരോ ഇലകള് ലൈറ്റ് കളർ ഉണ്ടാവും, പലതരം കളർ ഉണ്ടാവും. അതിന് നല്ല കടും പച്ച നിറത്തുള്ള ആ ഇലകളിലാണ് എന്തുള്ളത്? ഈ ഫോളിക് ആസിഡ് വേർതിരിച്ചെടുത്തത് തന്നെ ഈ കടും പച്ച നിറമുള്ള ഇലകളിൽ നിന്നാണ് ഫോളിക് ആസിഡ് വേർതിരിച്ചെടുത്തത് കേട്ടോ. ഇവ ചുവന്ന രക്തകോശങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. RBCയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ് ഏത്? B9 അഥവാ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ധാരാളം പച്ചിലക്കറികൾ കഴിക്കുക, കരള് ഓരോതിന്റെ ലിവറൊക്കെ കഴിക്കുക, പിന്നെ അതുപോലെ എള്ള്, ബീൻസ്, ഇതൊക്കെ എന്താണ്? ഫോളിക് ആസിഡിന്റെ നല്ല പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് കേട്ടോ. പിന്നെ ഈ B9 കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ.
മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നു കേട്ടോ. ഇപ്പൊ ഗർഭകാലത്തുണ്ടല്ലോ സ്ത്രീകളില് ഈ ഗർഭകാലത്ത് ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുണ്ടല്ലോ കുഞ്ഞിന് നാഡീ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറവാകുകയും ചെയ്യും. അപ്പം ഈ B9 അതായത് ഫോളിക് ആസിഡ് ഈ ഗർഭിണിയായിട്ടുള്ളവർക്കൊക്കെ ഈ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അതായത് ഇതിനിപ്പോ ചിലവർ എന്ത് ചെയ്യും, അത് കഴിക്കില്ല. അങ്ങനെ കഴിക്കാതെ ഈ അമ്മമാര് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞിന് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ രോഗപ്രതിരോധം വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് കുറവാകും കേട്ടോ. ഇനി നമ്മളിവിടെ B7 പറയാം അല്ലെ. ഇനി ഇതിലൊക്കെ നമുക്ക് എന്താണ്, ഇതാണ് ഇത്രയും ഈ B കോംപ്ലക്സിൽ പഠിക്കാനുള്ളത് ഇത്രയാണ്. ഇനി ഇതിലൊക്കെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. B7 എന്താണ് നമ്മൾ പഠിച്ചത്, ബയോട്ടിൻ ഇല്ലേ, ബയോട്ടിൻ ആണ് ശാസ്ത്രീയ നാമം. എന്താണ്, B7 ആണ് ശാസ്ത്രനാമം, ബയോട്ടിൻ. അതുപോലെ ഈ ജീവകം H എന്നറിയപ്പെടുന്നത് ഏതാണ്, B7 ആണ്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നതും ഇതാണ് കേട്ടോ. എലിസ ടെസ്റ്റ് പറഞ്ഞ എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ഉണ്ടല്ലോ, എയ്ഡ്സിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്, എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്, B7 ആണ്. പിന്നെ നമ്മൾ B9 ഒക്കെ പറഞ്ഞു അല്ലേ, രക്തകോശം ചുവന്ന രക്തകോശങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ കടും പച്ച നിറമുള്ള ഇലകളിൽ നിന്നാണ് വേർതിരിച്ചെടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ B12 നമുക്ക് അടുത്തത് B12 നോക്കാം. B12 എന്താണ്, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് അല്ലെ. കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്, ചോദിച്ചു എത്രയോ പ്രാവശ്യം PSC ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ്, ജീവകം B12 ആണ് കേട്ടോ. ഈ മത്സ്യം, മാംസം, കരളൊക്കെ ഉണ്ടല്ലോ, മത്സ്യം അതുപോലെ നമ്മൾ എല്ലാ വൈറ്റമിൻ പഠിച്ചപ്പോ ഈ ലിവർ എന്ന് പറയാറുണ്ട് അല്ലെ, എല്ലായിട്ടും ലിവർ വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് അത് അത്രയ്ക്കും ആയിരിക്കും ഈ ആടിന്റെ ലിവർ കഴിക്കുക എന്നൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, കൊണ്ടുവന്നിട്ട് കഴിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിൽ അത്രത്തോളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ. മത്സ്യം, കരള്, മാംസം, ഇതിലൊക്കെ എന്താണ് ധാരാളമായിട്ട് ഈ കൊബാൾട്ട് ജീവകം B12 ഏറ്റവും നല്ല സ്രോതസ് എന്ന് പറയുന്നത് ഈ ജീവകങ്ങളാണ്, ഈ ആഹാര പദാർത്ഥങ്ങളാണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നതും ഈ B12 ആണ് കേട്ടോ. മഴവെള്ളത്തിൽ നിന്ന്, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് B12 ആണ്. കാരണം ആ മഴവെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ B12 മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകൊബാലുമിൻ എന്ന് പറയുന്നത്. B12 മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകൊബാലുമിൻ. ഇനി ഇത് മൂലം ഉണ്ടാകുന്ന B12 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്, പെർനീഷ്യസ് അനീമിയ. B12 കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ. ഇനി നമുക്ക് അടുത്തത് ജീവകം B കോംപ്ലക്സിൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജീവകം സിയിലേക്ക് നമുക്ക് കിടക്കാം. ഇനി എന്താണ് ജീവകം C എന്നറിയപ്പെടുന്നത് അല്ലെ, അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം C എന്താണ്, മറ്റു പേരെന്താണ്, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു അല്ലെ, അസ്കോർബിക് ആസിഡ്. ഇത് ഗ്ലൂക്കോസിന് സമാനമാണ് കേട്ടോ. ജീവകം C എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്, രൂപത്തിന്റെ ആ രൂപം ഉണ്ടല്ലോ, ഈ ജീവകം C അതായത് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് രൂപഘടനയിൽ എങ്ങനെയാണ്, ഗ്ലൂക്കോസിന് സമാനമാണ് കേട്ടോ, ഗ്ലൂക്കോസിന് സമാനമാണ്. പിന്നെ ഇത് വളരെ എന്താണ്, ശക്തമായിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്താണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. വൈറ്റമിൻ C എന്നറിയപ്പെടുന്നത് ശക്തമായിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ജീവകം C ആണ്. ഈ ചൂട്, ഓക്സിജൻ, ചെമ്പ് എന്നിവ പോലുള്ള ഘടകങ്ങളിലൊക്കെ അതിന്റെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ എന്താണ്, ജീവകം C നശിച്ചു പോകും. അപ്പൊ ജീവകം C എന്ന വൈറ്റമിൻ ഉള്ള ഒരു സാധനത്തില് ചൂട് തട്ടുകയോ അല്ലെങ്കിൽ അതിൽ ഓക്സിജന്റെ അളവ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് ഉണ്ടാകുകയോ ചെയ്താൽ ഈ ജീവകം C നമ്മൾ പഠിക്കാറുണ്ടല്ലോ, ചൂടാക്കുന്ന സമയത്ത് നഷ്ടമാകുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ജീവകം C ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറികളൊക്കെ ഭക്ഷണം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇട്ട് വേവിക്കരുത്, ഒരു മീഡിയം ലെവലിൽ വേണം വേവിക്കാൻ. ഫുള്ളായിട്ട് നന്നായിട്ട് ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
ഇരുന്ന് കത്തിക്കാൻ നിന്നാൽ അതിൽ വൈറ്റമിൻ ഒക്കെ കഴിക്കും. നമ്മൾ വെറും ചവറുകൾ മാത്രമായിട്ടും കഴിക്കുക. അതുകൊണ്ടാണ് ഈ നമ്മൾ എന്താണ് ഇപ്പൊ ക്യാരറ്റ് കുക്കുംബറൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പച്ചയ്ക്ക് നമ്മൾ ഡെയിലി ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ധാരാളം വൈറ്റമിൻ ഇ പോകും. അപ്പോൾ പക്ഷെ ഇതൊക്കെ എന്താണ് നമുക്ക് ധാരാളം അറിയാലോ അല്ലെ, കുക്കുംബർ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതൊക്കെ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ആ വൈറ്റമിൻ സി ഒക്കെ എന്താണ് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് തട്ടിയാലോ ഓക്സിജന്റെ അളവ് തട്ടിയാലോ ചെമ്പിന്റെ അളവ് തട്ടിയാലും ഒക്കെ എന്താണ് ഈ ജീവകം സി നഷ്ടമാകും കേട്ടോ. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ വൈറ്റമിൻ സി എന്ത് ചെയ്യും, നീരാവിയിൽ ലയിക്കും. അങ്ങനെ നീരാവിയോടൊപ്പം അതെന്ത് ചെയ്യണം, ആ നീരാവി പോവല്ലോ ചൂടാക്കുന്ന സമയത്ത് മേലേക്ക് നീരാവി വരുന്നില്ലേ, അങ്ങനെ ഈ വൈറ്റമിൻ സി ഒക്കെ ആ നീരാവിയിൽ പോവുകയാണ് ചെയ്യുന്നത്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് കേട്ടോ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ഏത്, ജീവകം സി എന്ന് പറയുന്നത്. അതുപോലെ ഈ ജീവകം സി എന്ന് പറയുന്ന സംഭവം ഈ ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇങ്ങനെയുള്ള രാസമാറ്റ പ്രക്രിയകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കേട്ടോ. ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇങ്ങനെയുള്ള രാസമാറ്റ പ്രക്രിയകളിലൊക്കെ ഈ ജീവകം സി പങ്കെടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കോശങ്ങളുണ്ടല്ലോ, ഈ കോശങ്ങളുടെ ഇടയിൽ എന്ത് കാണുന്നുണ്ട്, കൊളാജൻ. എന്താണ് കൊളാജൻ? നമ്മുടെ കോശങ്ങളുടെ ഇടയിലുള്ള കൊളാജന്റെ ഉൽപാദനത്തിനും ഏത് ആവശ്യമാണ്, ജീവകം സി ആവശ്യമാണ് കൊളാജന്റെ പ്രവർത്തനത്തിന്. അതുപോലെ RBCയുടെ നിർമ്മാണത്തിനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ഏത് ആവശ്യമാണ്, ഈ വിറ്റമിൻ സി അത്യാവശ്യമാണ്. കൊളസ്ട്രോളിന്റെ ഉപാപചയത്തിലും ഇത് പങ്കുവഹിക്കുന്നുണ്ട്. മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും ജീവകം സി ആവശ്യമാണ്. മുറിവുകള് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറി ആയിട്ടുണ്ടെങ്കിൽ ആ മുറി പെട്ടെന്ന് ഉണങ്ങാൻ ഏത് ആവശ്യമാണ്, നമ്മുടെ ശരീരത്തില് വൈറ്റമിൻ സി എന്ന ജീവകം ആവശ്യമാണ്. മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ, RBCയുടെ ഉൽപാദനത്തിന്, നമ്മുടെ കൊളസ്ട്രോളിന്റെ ഉപാപചയത്തിന്, പിന്നെ ഇതൊക്കെ എന്താണ് ഈ ജീവകം സി അത്യാവശ്യമാണ്. അതുപോലെ ജീവകം സി എന്ന് പറയുന്നത് ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ്. മികച്ച ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. നമ്മുടെ ശരീരത്തില് എന്തിന്റെ അംശമുണ്ട്, ഇരുമ്പുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തില് ഇരുമ്പുണ്ട് അല്ലെ. ആ ഇരുമ്പിന്റെ അംശത്തെ ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻ, നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ്. നമ്മുടെ ജലദോഷത്തിന് ഒരു ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ഏത്, ജീവകം സി. ജലദോഷത്തിന് ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ, രോഗപ്രതിരോധ ശക്തിക്ക് എന്ത് വേണം, ജീവകം സി അത്യാവശ്യമാണ്. നമ്മുടെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ മൂത്രത്തിലൂടെ എന്ത് പോകുന്നുണ്ട്, വൈറ്റമിൻ സി പോകുന്നുണ്ട്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മൾ സിട്രസ് പഴങ്ങളായ നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ, മാങ്ങ, പപ്പായ, അതുപോലെ തക്കാളി, കശുമാങ്ങ, അതിലൊക്കെ എന്തുണ്ട്, ജീവകം സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാണ്, സിട്രസ് പഴങ്ങളായിട്ടുള്ള, അതായത് സിട്രിക് ആസിഡിന്റെ അംശമുള്ള നാരങ്ങയിലും ഓറഞ്ചിലും പൈനാപ്പിളിലും മാങ്ങയിലും പപ്പായ, കശുമാങ്ങ, അതിലൊക്കെ ധാരാളം ജീവകം സി അടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്രോതസ്, ജീവകം സിയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് ചോദിച്ചാൽ ഏത് പറയും, അത് നെല്ലിക്കയാണ്. ജീവകം സിയുടെ പ്രധാനപ്പെട്ട സ്രോതസ് നെല്ലിക്കയാണ്. പയർവർഗ്ഗങ്ങളിലും ജീവകം സി കുറവാണെങ്കിലും അവ മുളപ്പിക്കുന്ന സമയത്ത് ജീവകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഒരു പയറുവർഗ്ഗം, ഇപ്പൊ നമ്മളൊരു ചെറുപയർ എടുക്കണമെങ്കിൽ അതിൽ ഒരു നോർമൽ ലെവലില് എന്തുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ അത് മുളപ്പിക്കുകയാണെങ്കിലോ ആ മുളപ്പിക്കുന്ന സമയത്ത് അതില് വൈറ്റമിൻ സിയുടെ അംശം ധാരാളമായിട്ട് എന്ത് ചെയ്യും, വർദ്ധിച്ചു വരും കേട്ടോ. ഇനി എന്തൊക്കെയാണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗങ്ങൾ, സ്കർവി അല്ലെ, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ഒരു അസുഖമാണ്, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവിയുടെ മറ്റൊരു പേരെന്താണ്, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് അല്ലെ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്, ഈ സ്കർവിയാണ്. നമ്മുടെ ശരീരത്തില് ഈ അസ്കോർബിക് ആസിഡിന്, അതായത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഈ അവസ്ഥ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കർവി ഉണ്ടാക്കാറുണ്ട്.
ഇപ്പോൾ കുട്ടികളിലാണ് ഇപ്പോൾ ഈ സ്കർവി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ വലിയവർക്ക് മാത്രമല്ല, രണ്ട് ടീമിനും എന്ത് ചെയ്യാറുണ്ട്, ഈ വൈറ്റമിൻ സി കുറയുമ്പോൾ ഈ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ കുട്ടികളിലാണ് ഈ സ്കർവി രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക? കുട്ടികൾക്ക് വിശപ്പില്ലായ്മ, അതുപോലെ ഭാരം കുറയുന്നു, ഭാരം കൂടുകയില്ല, ഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും, അസ്ഥികളുടെ വികലമായിട്ടുള്ള വളർച്ച, പിന്നെ തൊലിക്കിടയിലൊക്കെ രക്തസ്രാവം, നമ്മുടെ ശരീരത്തിൽ സ്കിൻ ഉണ്ടല്ലോ അതിന്റെ അടിയിൽ നിന്നൊക്കെ രക്തസ്രാവം ഉണ്ടാകുക, പല്ലുകളൊക്കെ മുരടിച്ചിട്ട് വളരും. പല്ലുകൾ എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ദന്തം ആയിരിക്കില്ല വളരുന്നത്, മുരടിച്ചു കൊണ്ടിട്ടുള്ള പല്ലുകളായിരിക്കും വളർന്നു വരിക. മോണയൊക്കെ അങ്ങനെ വീർത്തിട്ടുണ്ടാവും, മോണ അങ്ങനെ പൊങ്ങിയിട്ട് മോണയൊക്കെ വീർത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കുട്ടികളിൽ സ്കർവിയുടെ അസുഖമാണ് കേട്ടോ. ഇനി മുതിർന്നവരിലാണ് ആ സ്കർവി എങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അവർക്ക് പനി വരാം, അവർക്ക് അണുബാധ ഏൽക്കാം, മുറിവുകൾ, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനൊക്കെ പ്രയാസമായിരിക്കും. അതുപോലെ മോണയുണ്ടല്ലോ, നമ്മുടെ പല്ലിന്റെ മോണ, അവിടെ മാർദ്ദവപ്പെടും, അതുപോലെ മോണകളൊക്കെ മുഴയ്ക്കുക, ഇതൊക്കെ, പിന്നെ അൾസർ ബാധിക്കുക, ഇതൊക്കെ എന്താണ്? വൈറ്റമിൻ സിയിൽ കുറവ് മൂലം സ്കർവി എന്ന രോഗം മുതിർന്നവരിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് എടുത്തിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ SCRT-യിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്, SCRT-യിൽ ആ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ADK കൊഴുപ്പിലേക്കും ബിയും സിയും പഠിച്ചു അല്ലേ? അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതിൽ പറയുന്നുണ്ട്. നോക്കിക്കേ, A എന്ന വൈറ്റമിൻ നോക്ക്, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള് അല്ലേ, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലൊക്കെ വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കണ്ണ്, ത്വക്ക്, നാക്ക്, മുടി എന്നിവയിൽ അല്ലേ അതിന്റെ ആരോഗ്യത്തിനും ഏത് ആവശ്യമാണ്? വൈറ്റമിൻ A ആവശ്യമാണ് അല്ലേ? അതുപോലെ നോക്കിക്കേ, A കഴിഞ്ഞു, D അല്ലേ, D കഴിഞ്ഞു. ഇനി എന്താണ് D? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതും ഒക്കെ ഏതാണ്? വൈറ്റമിൻ D ആണ്. ഇനി വൈറ്റമിൻ E എന്താണ്? സസ്യ എണ്ണകളിൽ ധാരാളമായിട്ട് സസ്യ എണ്ണകൾ അടങ്ങിയിട്ടുണ്ട്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്. പിന്നെയോ K, കാബേജ്, ചീര, കോളിഫ്ലവറിലൊക്കെ വൈറ്റമിൻ K ധാരാളമുണ്ട്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ K ആണ്. ഇന്ന് നമ്മൾ പഠിച്ച ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ. B നോക്കൂ, B ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന്, ത്വക്കിന്റെ ആരോഗ്യത്തിനും B ആവശ്യമാണ്. നമ്മൾ ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞു പോയില്ലേ? പിന്നെ സസ്യങ്ങളുടെ, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പ്, അതിലൊക്കെയാണ് B കോംപ്ലക്സ് ധാരാളമായിട്ട്. അരിയുടെ തവിടിലുണ്ടല്ലോ, അരിയുടെ തവിടിൽ ധാരാളമായിട്ട് B1 അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ അരിയുടെ തവിട് പറയുമ്പോൾ നമ്മളിപ്പോ ഗോതമ്പാണെങ്കിലും അതിന്റെ തവിടൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മൾ പൊടിക്കുന്ന സമയത്ത് എന്താണ്? അതിൽ ആ വൈറ്റമിൻ മുഴുവൻ പോവുകയാണ്. അപ്പൊ മൈദയിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഉണ്ടോ? ഇല്ല, കാരണം അത് തവിടൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഈ വൈറ്റമിൻ സി എന്താണ് മൈദ പൊടിക്കുന്നത്. അപ്പൊ അതിലെന്താണ്? എല്ലാ ജീവകവും പോകണം. ആ സമയത്ത് നമ്മൾ ഗോതമ്പ് മരിയൊക്കെ ആണെങ്കിൽ അതില് തവിടിന്റെ അംശം ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ ധാരാളമായിട്ട് വൈറ്റമിൻ B1 നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ B പോകും. ഇനി C നോക്കൂ, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായയിലൊക്കെ C ഉണ്ട്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ ഏത് ആവശ്യമാണ്? C ആവശ്യമാണ്. ഇതാണ് ഒരു SCRT-യിൽ കൊടുത്തിരിക്കുന്ന ഒരു കോളം. അത് നന്നായിട്ട് വായിച്ചു നോക്കൂ കേട്ടോ. അടുത്തത് +2-ല് 12ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു കോളമാണിത്. ജീവകം A, B2, B1, B2, B3, B6, B12, ജീവകം C, ജീവകം D, ജീവകം E, ജീവകം K ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊന്ന് പോസ് ചെയ്ത ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ്. ഇതൊന്ന് നന്നായിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. +2 കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. ഇനി നമ്മൾ ഇതും ചർച്ച ചെയ്തത് തന്നെയാണ്. B കോംപ്ലക്സ് ജീവകങ്ങളുടെ B1 തയാമിൻ എന്നും, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തോഥനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ അല്ലെ, അല്ലെങ്കിൽ വൈറ്റമിൻ H, B9 ഏതാണ്? ഫോളിക് ആസിഡ്, B12 സൈനോകോപാലുമിൻ. മനസ്സിലായല്ലോ? ഇവിടെ B2 വൈറ്റമിൻ G അല്ലേ, G എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ എന്ന ഭാഗത്ത് ജലത്തിൽ ലയിക്കുന്ന
ബിയും സിയും എന്ന വൈറ്റമിനെ കുറിച്ച് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഡെപ്ത് തന്നെ എടുത്തു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പലരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ പലരും കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഒരാളായിട്ട് എന്നെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമുക്ക് ബയോളജിയുടെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.